ശബരിമലയിൽ മണ്ഡലകാല ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ബുധനാഴ്ച മാത്രമാണ് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും വരെ ഭക്തർക്ക് ദർശനം നടത്താം. ശബരിമലയിലെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ഏറെ സന്തോഷമെന്നും PS പ്രശാന്ത് ജനം ടിവിയോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ശബരിമലയിൽ ഭക്തജനങ്ങളുടെ തിരക്ക് ഒരു ക്രമാതീതമായി തന്നെ കുറഞ്ഞിരിക്കുകയാണ്. ഇന്ന് 20,000-ഓളം പേരാണ് ഈ വെർച്വൽ ക്യൂ വഴി സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്താനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് 22-ാം തീയതിയാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുക, അയ്യൻ്റെ മുന്നിലേക്ക് എത്തുക. അതിനുള്ള ക്രമീകരണങ്ങൾ ശബരിമലയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും 22-ാം തീയതിയാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുക. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ടോ? എല്ലാ ക്രമീകരണങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ശബരിമലയിലേക്ക് ആദ്യമായ ഒരു രാഷ്ട്രപതി എത്തുകയാണ്. അപ്പോൾ VV ഗിരി വന്നിട്ടുണ്ട്, പക്ഷേ അത് പ്രസിഡൻ്റായി ചുമതലയേറ്റതിന് ശേഷമല്ല. അപ്പോൾ പ്രസിഡൻ്റായി ചുമതലയേറ്റ ഒരു രാഷ്ട്രപതി ശബരിമലയിലേക്ക് ആദ്യമായി എത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ശബരിമലയിലേക്ക് എത്തുന്ന എല്ലാ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അഭിമാനകരമായ കാര്യമാണ്. ഏതാണ്ട് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 22-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഇവിടേക്ക് വരുന്നത്. ദർശനം പൂർത്തിയാക്കി പിന്നെ ഉച്ചയ്ക്ക് സന്നിധാനത്ത് വിശ്രമിച്ച് വൈകുന്നേരത്തോടു കൂടി തിരിച്ചു പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഭക്തരുടെ ഒരു ചെറിയ സംശയങ്ങൾ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അത് 21-ാം തീയതി വരെ ഭക്തരെ കടത്തിവിടുന്ന ഒരു സാഹചര്യമാണെന്നില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടായിട്ടുണ്ടോ? 21 വരെ യാതൊരു നിയന്ത്രണവും ഇല്ല. സ്വാഭാവികമായും 25,000 വെർച്വൽ ക്യൂ മാത്രമേ നമ്മൾ അലോ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിനകത്തെ ബുക്കിംഗ് വന്നിട്ടുള്ളൂ. ഇന്ന് തന്നെ 10,000 പേരേ ഉള്ളൂ. നാളെയും അത്രയും താഴെ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല. 21 വരെ യാതൊരു നിയന്ത്രണവും ഇല്ല. 21-ാം തീയതി രാത്രി ഹരിവരാസനം കഴിയുന്നതുവരെ ഒരു നിയന്ത്രണവുമില്ല. പക്ഷേ ഹരിവരാസനത്തിന് ശേഷം സ്വാഭാവികമായും SPGയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ അതുണ്ടാകുമല്ലോ, സ്വാഭാവികമല്ലേ. ഒരു ഇന്ത്യയുടെ പ്രഥമ പൗരൻ വരുമ്പോൾ അതിൻ്റേതായ ഒരു പരിഗണനയും സ്വാഭാവികമായും നമ്മളെല്ലാവരും അത് ചെയ്യണമല്ലോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു നിയന്ത്രണം ഇവിടെയില്ല. എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കെട്ട് നിറച്ച് പമ്പയിൽ വന്ന് കെട്ട് നിറച്ച് മല കയറി ഇവിടെ വന്ന് 18-ാം പടി കയറി തന്നെയാണ് എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അയ്യനെ ദർശിക്കാൻ വേണ്ടി എത്തുന്നത്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിരിക്കുകയാണ്. 21 വരെ ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാകില്ല. 22 പുലർച്ചെ മുതൽ തന്നെയാണ് ഭക്തർക്ക് സന്നിധാനത്ത് നിയന്ത്രണങ്ങൾ, സുരക്ഷയുടെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയത്.